സെക്രട്ടേറിയറ്റിന് മുന്നിൽ 38 ദിവസമായി തുടരുന്ന ആശമാരുടെ സമരം അവസാനിപ്പിക്കാൻ സർക്കാർ നടത്തിയ ചർച്ച പരാജയം. ആരോഗ്യമന്ത്രിയുമായി അടക്കം 2 ചർച്ചകളാണ് ഇന്ന് മാത്രം നടത്തിയത്. പ്രധാന ആവശ്യങ്ങളൊന്നും സർക്കാർ പരിഗണിച്ചില്ലെന്നും പ്രാരാബ്ധം പറയാനാണ് വിളിപ്പിച്ചതെന്നും ആശമാർ ആരോപിച്ചു. ചർച്ച പരാജയപ്പെട്ടതോടെ നാളെ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് സമരസമിതി അറിയിച്ചു. സമരത്തിൽ നിന്ന് പിന്മാറാൻ അഭ്യർത്ഥിച്ചെന്നും 400ഓളം പേർ മാത്രമാണ് സമരത്തിലുള്ളതെന്നും ചർച്ചയ്ക്ക് ശേഷം ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. സർക്കാർ ഒരു ചർച്ച നടത്തി എന്ന് വരുത്തണം, അതിനപ്പുറത്തേക്ക് അതിനകത്തൊന്നുമില്ല. സമരം നിർത്തി പോകുക എന്നത് പറയാനാണ് വിളിച്ചത്. നമ്മൾ ആവശ്യപ്പെട്ട ഓണറേറിയത്തിന്റെ വർധനവ്, റിട്ടയർമെന്റ് ബെനിഫിറ്റ്, അത്തരം കാര്യങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് എടുക്കുവാൻ പോലും എടുക്കാതെ മറ്റു കാര്യങ്ങളായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത്. സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യതയും മറ്റും. നാളെ രാവിലെ 11 മണിക്ക് നമ്മുടെ നിരാഹാര സമരം ആരംഭിക്കും. എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിക്കഴിഞ്ഞു. നിരാഹാരത്തിന് തയ്യാറായി ധാരാളം ആശമാർ സംസ്ഥാനത്തിനെമ്പാടും മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിൻ്റെ ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളുടെ ഇതിൽ ഈ സർക്കാരാണ് ഏറ്റവും നന്നായി ചെയ്തിട്ടുള്ളത്. ഇനിയും ഈ സർക്കാർ തന്നെയായിരിക്കും ചെയ്യുക. അത് ഉൾക്കൊണ്ടുകൊണ്ട് ദയവായിട്ട് സമരത്തിൽ നിന്ന് പിന്മാറണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ അവർ നിങ്ങളെ തീരുമാനം അറിയിച്ചിട്ടുണ്ടെന്ന് കരുതുന്നു. അവർ നിർഭാഗ്യവശാൽ അതിൽ നിന്ന് പിൻവാങ്ങുന്നില്ല എന്നുള്ളതാണ് അറിവ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് സമരത്തിലുള്ളത് ഏതാണ്ട് 400ഓളം 450 ആശമാരാണ് സംസ്ഥാനത്ത് മുഴുവൻ സമരത്തിലുള്ളതായിട്ട് കാണുന്നത്. സ്വാതന്ത്ര്യ സാജു ചേരുന്നുണ്ട്. സ്വാതന്ത്ര്യ ആശമാർ കാത്തിരുന്ന് ആരോഗ്യമന്ത്രി സമരത്തിന് വിളിക്കുന്നു. പക്ഷേ അവിടെയും നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത തീരുമാനങ്ങളിലേക്ക് ആശമാർ കടക്കുന്നു. നാളെ മുതൽ നിരാഹാരം എന്ന തീരുമാനവും നമ്മളെ അറിയിച്ചിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ആശമാർ പറയുന്നത്? ആരോഗ്യമന്ത്രി ആ ചർച്ചയെക്കുറിച്ച് എന്താണ് പ്രതികരിച്ചത്? അങ്ങേയറ്റം നിരാശയുടെ ഒരു ദിവസമായിരുന്നു ഇന്ന് ആശമാർക്ക് ഉണ്ടായിരുന്നത് എന്ന് പറയാം. കാരണം ഇതിപ്പോൾ 38ാമത്തെ ദിവസത്തിൽ എത്തി നിൽക്കുകയാണ്. 2ാം ഘട്ട സമരത്തിന്റെ അവസാന ദിവസമായിരുന്നു ഇന്ന്. നാളെ മുതൽ 3ാം ഘട്ട സമരത്തിലേക്ക് തന്നെ സൂചിപ്പിച്ചതുപോലെ നിരാഹാര സമരത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുമ്പ് ഉള്ള ദിവസമായിരുന്നു. ഇന്ന് 2 ചർച്ചകളാണ് നമ്മൾ കണ്ടത്. എങ്ങനെയെങ്കിലും ഈ സമരം അവസാനിപ്പിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിന്റെ പുറത്ത് 2 ചർച്ചകൾ നടന്നിരുന്നു. ഉച്ചയ്ക്ക് NHM ഡയറക്ടറേറ്റിൽ ഒരു ചർച്ച നടന്നിരുന്നു. അത് NHM സംസ്ഥാന ഡയറക്ടറാണ് ആ ചർച്ച നടത്തിയത്. ആ ചർച്ച പരാജയത്തിൽ തന്നെയാണ് അവസാനിച്ചത്. ഈ കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധിയും അതിന്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ചൂണ്ടിക്കാട്ടി ഈ സമരം അവസാനിപ്പിക്കണം എന്ന് ആവശ്യപ്പെടുകയുമാണ് NHM ഡയറക്ടർ ചെയ്തത്. അതിന് പിന്നാലെ തന്നെ മന്ത്രിയുമായി ചർച്ച നടത്താനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഒരു 3:30 ആയതോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജും ആശമാരെ സമരത്തിൽ ഇത്തരത്തിൽ ചർച്ചയ്ക്ക് വിളിക്കുന്നു. പക്ഷെ ആ ചർച്ചയും പൂർണ്ണമായി തന്നെ ഒരു പരാജയത്തിലേക്ക് എത്തുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ കണ്ടത്. മന്ത്രിയും ഇതേ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ് ആശമാരോട് പങ്കുവച്ചിരിക്കുന്നത്. കേരളത്തിന്റെ ഖജനാവിൽ പണമില്ല, വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ്. ആശമാരെ വേലി കൊള്ളിക്കാൻ തനിക്ക് താല്പര്യമില്ല, തന്റെ പ്രിയപ്പെട്ട ആശമാർ വേലി കൊള്ളരുത് എന്നൊക്കെ പറഞ്ഞ് പൂർണ്ണമായും തന്നെ ആശമാരോടൊപ്പം നിൽക്കുകയും എന്നാൽ തന്നെ അവരുടെ ഒരു ആവശ്യങ്ങളും അംഗീകരിക്കാതെ സമരം അവസാനിപ്പിക്കണമെന്ന് പറയുകയും ചെയ്യുന്ന കാഴ്ചയാണ്. ആശമാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം ദുഃഖകരമായ ഒരു ദിവസം തന്നെയാണ്. കാരണം കഴിഞ്ഞ 38 ദിവസമായി അവരിവിടെ വെയിലോ മഴയോ എന്നൊന്നുമില്ലാതെ സമരം ചെയ്യുന്നു. ഇന്നലെ പോലും തലസ്ഥാനത്ത് വലിയ രീതിയിലുള്ള മഴ പെയ്തപ്പോഴും ഇതേ ഈ മഴയത്ത് കിടക്കേണ്ടി വരുന്നു. ഇതിനു മുമ്പ് പലപ്പോഴും മഴ നനഞ്ഞ് ഇവർ സമരം ചെയ്യുന്നത് കണ്ട് കൊടും ചൂടാണ്. പല ആളുകളും ഈ ചൂട് തളർന്നു വീഴുന്നു, ആശുപത്രിയിലേക്ക് പോകുന്നു, തിരിച്ച് സമരപ്പന്തലിലേക്ക് വരുന്നു, വീണ്ടും സമരം ചെയ്യുന്നു, അങ്ങനെ പോകുകയാണ്. ഈ 38 ദിവസമായി ഇവിടെ നിൽക്കുന്ന പല ആശമാരും ഇവിടെ തന്നെ ഉണ്ട്. അവർക്ക് ഒരു ദിവസം പോലും വീട്ടിൽ പോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് പോകാൻ കഴിയില്ല, കാരണം ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷേ തങ്ങൾ പോകില്ല എന്നുള്ള ഉറച്ച നിലപാടിൽ തന്നെയാണുള്ളത്. ഇവർ പറയുന്ന 21,000 രൂപയാക്കി ഉയർത്തി കൊടുക്കണം. അതുപോലെ തന്നെ ഇവർക്ക് പിരിഞ്ഞു പോകുമ്പോൾ 5 ലക്ഷം രൂപ നൽകണം. ശരി സ്വാതന്ത്ര്യ, കടുത്ത പ്രതിഷേധത്തിലേക്ക് നിരാഹാര സമരത്തിലേക്ക് ആശമാർ കടക്കുകയാണ്.